പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലതുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. Our loving Heavenly Father, we come to you in Jesus' name. ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ അരികിലേക്ക് വരുന്നു. We thank you tonight because you're all over this building. ഈ സ്ഥലത്ത് അവിടുത്തെ സാന്നിധ്യമുള്ളതിനാൽ, ആഗമനം അവിടുന്ന് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. We thank you because you're the God of miracles tonight. ഇന്ന് രാത്രിയും നീ അത്ഭുതങ്ങളുടെ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. We thank you because the Bible says you are the God who does wonders without number. സംഖ്യയില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അങ്ങ് എന്ന വേദപുസ്തകം അങ്ങേ വർണ്ണിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. We thank you because we serve a God who will do mighty things beyond our mind can understand. ഞങ്ങളുടെ മനസ്സുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്ത് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവം ആകുന്നു ഞങ്ങളുടെ ദൈവം എന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. Tonight send miracles for your son Jesus' sake. ഇന്ന് രാത്രി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതങ്ങളെ അയക്കണമേ. I don't want anyone to go back the same way they came in tonight. കടന്നു വന്നതുപോലെ ആരും മടങ്ങി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. We call upon the river of God to produce miracles in every life tonight. ഇന്ന് രാത്രി ഓരോ ജീവിതങ്ങളിലും ജല നദി ഒഴുകിച്ചെന്ന് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Tonight in this place miracles. ഇന്ന് രാത്രി സ്ഥലത്ത് അത്ഭുതങ്ങൾ. We pray that this will be a festival of miracles. ഇത് അത്ഭുതങ്ങളുടെ ഒരു ഉത്സവമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In the name of Jesus, യേശുവിൻ നാമത്തിൽ let your people not only receive miracles tonight but every day in their life, in their workplace, in their homes, in their families, let them have miracles. കർത്താവേ, ഇന്ന് മാത്രമല്ല നിന്റെ ജനം നിന്നിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കേണ്ടത് ഓരോ ദിവസവും അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവരുടെ ഫാക്ടറികളിൽ, അവരുടെ ഭവനത്തിൽ ദിനം പ്രതി അവർ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. Do mighty things and glorify your name, O God. അത്ഭുതങ്ങൾ ചെയ്ത അവിടുത്തെ നാമത്തെ അടികളുടെ മധ്യേ മഹത്വപ്പെടുത്തണമേ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Once again we greet every one of you in Jesus' name. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. I bring greetings from the church at Vellore, the Apostolic Fellowship Tabernacle. Church people are praying for you right now. വെല്ലൂരിലെ അപ്പോസ്തലിക് ഫെലോഷിപ്പ് ടബർനാക്കിൾ സഭയിലെ ദൈവമക്കളുടെ വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. There's a church that is backing up this meeting right now. ഇപ്പോൾ നടക്കുന്ന ഈ സുവിശേഷ യോഗത്തെ പ്രാർത്ഥനയാൽ പിൻബലം നൽകുന്ന ഒരു സഭ അവിടെ ഉണ്ട്. And the church says we love you. ആ സഭ പറയുന്നു ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. They have sent their love greetings so that you can be knowing that they will back you up in their prayers. തങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾക്കൊള്ളും വഹിക്കും എന്ന് അറിയിച്ചുകൊണ്ട് അവരുടെ സ്നേഹാതിരേകം നിങ്ങളെ അറിയിക്കുന്നു. I want to take this time to thank Pastor Varghese Baby, the president of the Divine Prayer Ministry, and all the committee members of Divine Prayer Ministry for having invited me. Thank you, sir. ഞങ്ങളെ ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ചതിന് ഡിവൈൻ പ്രയർ മിനിസ്ട്രിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ വർഗീസ് ബേബി അവർക്കും മറ്റ് എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന് നന്ദി. And I feel so honored to share this platform with such wonderful men of God that are all over this place today. ഇവിടെയുള്ള സ്ഥലങ്ങളിൽ കടന്നു വന്ന കർത്താവിന്റെ അനുഗ്രഹീതരായിരിക്കുന്ന ദാസന്മാരോടൊപ്പം ഈ വേദി പങ്കിടുവാൻ അവസരം ലഭിച്ചത് ഒരു അനുഗ്രഹമായി കരുതുന്നു. Men of God, I greet
greet and salute you in Jesus' name. കർത്താവിന്റെ ദാസന്മാരെ, ഞാൻ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. We are so excited to be a part of this ministry. ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുന്നതിൽ ഞങ്ങൾക്ക് വളരെ ആവേശമുണ്ട്. I'm also glad that my secretary, Brother Joshua, and associate pastor of the Apostolic Fellowship Tabernacle, could be with me tonight. ഇന്ന് രാത്രിയിൽ നമ്മളോടൊപ്പം ഈ യോഗത്തിൽ അപ്പോസ്തലിക് ഫെലോഷിപ്പ് ടബർനാക്കൽ സഭയുടെ സഹശുശ്രൂഷകനും സെക്രട്ടറിയുമായിരിക്കുന്ന ദൈവദാസൻ കടന്നു വന്നതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He is the backbone to my ministry. He keeps praying all the time. എന്റെ ശുശ്രൂഷയുടെ നട്ടെല്ലാണ് താൻ, എപ്പോഴും എനിക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. And so we want to salute you this evening. ഈ സന്ധ്യയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനം ഞങ്ങൾ അർപ്പിക്കുന്നു. I have to thank God for a very special brother in Pastor Biju. Please translate that. ബിജു ബെഞ്ചമിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. A man with the same spirit, even though not the same height. ഉയരമില്ലെങ്കിലും അതേ ആത്മാവ് ദൈവദാസനുണ്ട്. Amen. He is taller than me in the spirit. He's feeling shy. I want you to put your hands together and clap for Pastor Biju Benjamin, one of the best translators in Kerala. God bless you, sir. And I want to thank every one of you for having come here tonight. ഇന്ന് രാത്രി ഇവിടെ ആഗതരായിരിക്കും നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. Now I want, before we begin this message, ഇന്നത്തെ എന്റെ സന്ദേശം ആരംഭിക്കുന്നതിന് മുമ്പ്, yesterday God healed many people. ഇന്നലെ ദൈവം അനേകരെ സൗഖ്യമാക്കുവാനിടയായി. Yesterday He healed a lot of people. ധാരാളം ആളുകളെ ദൈവം സൗഖ്യമാക്കി. And I want those of you that received a healing last night to come over to the left and inform the pastors so that we can have some testimonies at the end of the service. കഴിഞ്ഞ രാത്രിയിൽ സൗഖ്യമായ പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ വേദിയുടെ ഇടതുഭാഗത്തേക്ക് കടന്നു വന്ന് ദൈവദാസന്മാരെ ആ വിവരം അറിയിക്കുകയും നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് അതിന് ലഭിക്കുകയും ചെയ്യും. Because there was such a mighty move of God last night. കാരണം പരിശുദ്ധാത്മാവിന്റെ അത്ര വലിയ ശക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു ഇന്നലെ. I knew miracles were happening all over this place. ഈ സ്ഥലത്തിലാകമാനം ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുകയായിരുന്നു. And it's not over. അത് അവസാനിച്ചിട്ടില്ല. It's going to continue tonight. ഇന്ന് രാത്രിയിലും അത് തുടരുവാനിടയാകും. It will continue till this Sunday. ഞായറാഴ്ച വരെ അത് തുടരുവാനിടയാകും. God is in the business of doing miracles tonight. ദൈവം ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന വലിയ പ്രവർത്തനത്തിലാണ്. How many of you need a miracle? ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർക്ക് ഒരു അത്ഭുതം ആവശ്യമാണ്? How many of you need a miracle? ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർക്ക് ഒരു അത്ഭുതം ആവശ്യമാണ്? God's going to heal you tonight. ഇന്ന് രാത്രി ദൈവം നമ്മെ നോക്കുകയാണ്. So I want people who were healed last night to come at the end of the service and tell the pastors on the stage, please. കഴിഞ്ഞ ദിവസം സൗഖ്യമായ പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ കർത്താവിന്റെ ദാസന്മാരുടെ അടുക്കൽ അത് അറിയിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. Praise God. For a few minutes tonight, I want to speak on the supernatural river of God. അല്പ നിമിഷങ്ങളിലേക്കായി ദൈവത്തിന്റെ അമാനുഷികമായ അസാധാരണമായ സ്വർഗീയമായ ആത്മനദിയെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. I tell you, this message is so powerful that it will change your life. ഞാൻ പറയട്ടെ, ഈ സന്ദേശം വളരെ ശക്തമാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. Because wherever the river of God flows, there are a lot of blessings that follow the river. കാരണം എപ്പോഴൊക്കെ ദൈവത്തിന്റെ നദി ഒഴുകുന്നുവോ അപ്പോഴെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ ആ നദിയെ അനുധാവനം ചെയ്യുന്നു. What Ezekiel is seeing in a vision is not a natural river. യെഹെസ്കേൽ പ്രവാചകൻ ഒരു ദർശനത്തിൽ കാണുന്നത് ഒരു സാധാരണ ഈ പ്രകൃതിയിലെ ഒരു നദിയെ അല്ല. He was seeing the supernatural river of God, which is symbolic of the Holy Spirit and His power. പരിശുദ്ധാത്മാവിനും അതിന്റെ ശക്തിക്കും പ്രതീകമായിരിക്കുന്ന ഒരു പ്രകൃത്യാതീത നദിയെയാണ്, ഒരു ആത്മീയ നദിയെയാണ്, ഒരു അഭൗമ്യമായ നദിയെയാണ് യെഹെസ്കേൽ പ്രവാചകൻ തന്റെ ദർശനത്തിലൂടെ കാണുന്നത്. And I came to tell you tonight, as the river flows where you are, jump into the river. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തുകൂടെ ഈ ജീവജല നദി ഒഴുകും.
getting afraid. മറ്റു മതങ്ങൾ ഭയപ്പെടുന്നു. Because when the river of God flows, കാരണം ദൈവത്തിന്റെ ജീവജല നദി ഒഴുകുമ്പോൾ there is no opposition. ഒന്നും തടസ്സമായി നിൽക്കുകയില്ല. There is no challenge. യാതൊരുവിധ വെല്ലുവിളികളും അതിലുണ്ടാവുകയില്ല. You can oppose the Christian faith. ക്രിസ്തീയ വിശ്വാസത്തെ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. Because the river will silence the whole world. കാരണം ഈ ലോകത്തെ മുഴുവൻ ദൈവത്തിന്റെ നദി നിശബ്ദമാക്കുവാനിടയാകും. Hallelujah. 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 From the palace to the platform, God will save people by this river. കൊട്ടാരം മുതൽ ഈ പ്രസംഗ പീഠം വരെ ദൈവം ഈ നദിയാൽ തന്റെ ജനത്തെ സൗഖ്യമാക്കുവാൻ നവീകരിക്കുവാനിടയാകും. This river will heal the sick. This river will deliver the oppressed. This river will touch the rich and the poor, the educated and the uneducated, the high caste, the low caste. Everybody who gets touched by this river shall be blessed in Jesus' name. ഈ നദി രോഗികളെ സൗഖ്യമാക്കും. ഈ നദി അടിച്ചമർത്തപ്പെട്ടവനെ ഉദ്ധരിക്കുവാനിടയാകും. ഈ നദി സമ്പന്നനെയും പാവനനെയും വിദ്യാഭ്യാസമുള്ളവനെയും ഇല്ലാത്തവനെയും ഉന്നത കുലജാതനെയും അധോകുലജാതനെയും ഒരുപോലെ അവൻ സ്പർശിക്കുകയും വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുവാനിടയാകും. No satanic power, no economic power, no military power, no government power can challenge the power of the river of God. സാത്താന്യ ശക്തിക്കോ സൈന്യ ശക്തിക്കോ സാമ്പത്തിക ശക്തിക്കോ ലോകത്തിന്റെ ഒരു ശക്തിക്കും ദൈവത്തിന്റെ നദിയുടെ ശക്തിയെ തകർക്കുവാൻ സാധിക്കുകയില്ല. And I want to encourage the ministers of the gospel, and I want to encourage God's people wherever you are. If you're in your car, if you're in this meeting, if you're outside, jump into the river. Your miracle will happen. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവദിനത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങളുടെ കാറിലായിരുന്നാലും, നിങ്ങൾ ഈ ഇരിപ്പിടങ്ങളിലായിരുന്നാലും, ഭവനങ്ങളിലായിരുന്നാലും, ഈ ജീവജല നദിയിലേക്ക്, പരിശുദ്ധാത്മ നദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. Hallelujah. Hallelujah. First of all, ഒന്നാമതായി we must understand the source of the river. ഈ ജീവനദിയുടെ സ്രോതസ്, ആരംഭം എവിടെ നിന്നാണ് നാം പ്രഥമമായി മനസ്സിലാക്കണം. Who is the source of the river of God? ദൈവ നദിയുടെ സ്രോതസ് ആരാണ്, എവിടെയാണ്? The Bible says വേദപുസ്തകം പറയുന്നു in Ezekiel 47 verse 1 യെഹെസ്കേൽ പ്രവചനം 47:1 that the river flowed from the throne of God. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ നദി ഒഴുകുന്നു. Jehovah is the source of the river of God. ദൈവ നദിയുടെ സ്രോതസ് യഹോവയായ ദൈവമാകുന്നു. The Bible says വേദപുസ്തകം പറയുന്നു in Revelations 22 വെളിപ്പാട് പുസ്തകം 22-ാമത് അധ്യായം verse 1. 1-ാമത് വാക്യം. Please read. Revelations 22:1. വെളിപ്പാട് 22:1. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. The Bible says വേദപുസ്തകം പറയുന്നു this river is flowing from the throne of God. ഈ നദി ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. Which means അതിന്റെ അർത്ഥം the throne speaks of rulership. സിംഹാസനം അധികാരത്തെ, ഭരണത്തെ കാണിക്കുന്നു. Which means അതിന്റെ അർത്ഥം this river is a ruling river. ഈ നദി ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു നദിയാണ്. Wherever this river flows, it will rule over situation, it will rule over people, it will rule over nations, it will rule over categories, it will rule over everything that it touches. എവിടൊക്കെ ഈ നദി കടന്നു പോകുന്നുവോ അത് സാഹചര്യങ്ങളെ, രാഷ്ട്രങ്ങളെ, പ്രത്യശാസ്ത്രങ്ങളെ ഒക്കെ അത് ഭരിക്കുവാനിടയാകും. Tell your neighbor, let the river rule you. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, ഈ നദി നിങ്ങളെ ഭരിക്കട്ടെ. Let the river rule you, pastor. ദൈവദാസനെ ഈ നദി അങ്ങേ ഭരിക്കട്ടെ. Let the river rule you. ഈ നദി നിങ്ങളെ ഭരിക്കട്ടെ. Let the river rule
പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Verse 4 and 5. 4-5 വാക്യങ്ങൾ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. The Bible says, വേദപുസ്തകം പറയുന്നു, Jesus said to the disciples, the baptism in the Holy Spirit, this river of God, is the promise of the Father. യേശു തന്റെ ശിഷ്യന്മാരോട് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറയുന്നു. അതെ, ഈ ജീവജലനദി ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. It's the promise of the Father. പിതാവിന്റെ ഒരു വാഗ്ദാനമാണിത്. Who does the Father promise it to? ആർക്ക് വേണ്ടിയാണ് ദൈവം ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? Father promises it to the children. തന്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. How many of you here tonight are children of God? Put up your hands. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളായി ഇവിടെ എത്ര പേർ കടന്നു വന്നിട്ടുണ്ട്? Then the Father is promising the river to his children, his sons and daughters. അങ്ങനെയാണെങ്കിൽ പിതാവായിരിക്കുന്ന ദൈവം ഈ ജീവജല നദി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തന്റെ പുത്രന്മാർക്ക് വേണ്ടിയാണ്. If you're a child of God tonight, ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, then your promise is now. Take it. ഇപ്പോൾ നിങ്ങളുടെ വാഗ്ദത്തം വന്നിരിക്കുന്നു, അത് പ്രാപിക്കുക. Receive the river of God. ദൈവത്തിന്റെ നദി പ്രാപിക്കുക. You will never live in problems again. ഇനി നിങ്ങൾ പ്രശ്നങ്ങളിൽ ജീവിക്കുവാൻ ഇടയാവുകയില്ല. Because when the Holy Ghost comes, കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ he will loose you from every bondage. എല്ലാ ബന്ധനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. He will deliver you from every difficulty. എല്ലാവിധ കഷ്ടതകളിൽ നിന്നും ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിക്കും. He will heal you from every sickness. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സൗഖ്യം നൽകും. He'll bless you. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. He will teach you. അവൻ നിങ്ങളെ പഠിപ്പിക്കും. He'll guide you. അവൻ നിങ്ങളെ വഴി നടത്തും. He'll protect you. അവൻ നിങ്ങളെ സംരക്ഷിക്കും. He'll promote you. അവൻ നിങ്ങളെ ഉയർത്തും. He'll provide for അവൻ you. നിങ്ങൾക്ക് വേണ്ടി കരുതും. He'll preserve you. അവൻ നിങ്ങളെ സൂക്ഷിക്കും. He'll lead you. അവൻ നിങ്ങളെ നയിക്കും. He'll carry you. അവൻ നിങ്ങളെ വഹിക്കും. He'll touch you. അവൻ നിങ്ങളെ സ്പർശിക്കും. Prosper you. അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കും. He'll do everything that you need. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരുവാനിടയായി. God for the river of God. ദൈവത്തിന്റെ ആത്മനദി പ്രാപിക്കുക. The river of God. ദൈവത്തിന്റെ ആത്മനദി പ്രാപിക്കുക. We need the river. നമുക്ക് ആവശ്യമാണ്. The church needs the river. ദൈവസഭയ്ക്ക് നദി ആവശ്യമാണ്. India needs the river. ഭാരതത്തിന് ജീവ നദി ആവശ്യമാണ്. Governments of the world need the river. ഈ ലോകത്തിന്റെ രാഷ്ട്രങ്ങൾക്ക് ഇത് ആവശ്യമാണ്. Presidents and prime ministers need the river. ഭരണകർത്താക്കന്മാർക്കും പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രിമാർക്കും ഈ നദി ആവശ്യമാണ്. Politicians need the river. രാഷ്ട്രീയക്കാർക്ക് ഇത് ആവശ്യമാണ്. We cannot live without the river. ഈ നദി കൂടാതെ നമുക്ക് ജീവിക്കുക അസാധ്യമാണ്. But the river will bring the wisdom of God. ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ ശക്തി ഈ നദി നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. When the river of God comes, it will bring the very kingdom of God. ഈ നദി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് ദൈവത്തിന്റെ രാജ്യത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. God is promising the river to the church tonight. ദൈവസഭയ്ക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാകുന്ന നദിയെ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. Church of the living God, receive the river tonight. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജീവനദി ഏറ്റെടുക്കുക. You need to rush to the river tonight. ഇന്ന് രാത്രി നിങ്ങൾ നദിയിലേക്ക് ഓടിപ്പോകട്ടെ. Because the source of the river is God the Father. കാരണം ഈ നദിയുടെ സ്രോതസ് ആരംഭം ഉത്ഭവം സ്വർഗസ്ഥനായ ദൈവമാണ്. I want you to rush to the river tonight. ഇന്ന് രാത്രി ഈ നദിയിലേക്ക് ഓടിച്ചെല്ലുക. Run to
സാന്നിധ്യം ഇത് കടന്നു വരുന്നു. Mavelikara is going to be touched by the river. The revival. ഇന്ന് രാത്രി മാവേലിക്കര ദൈവ ജീവനദിയാൽ സ്പർശിക്കപ്പെടുന്നു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Your villages are going to be filled with the river. Your towns are going to be filled with the river. Your cities are going to be filled with the river. The river is flowing all over Kerala. എല്ലാ മതനേതാക്കന്മാരും നിങ്ങളുടെ ഭാരതം, നിങ്ങളുടെ പട്ടണങ്ങളുമെല്ലാം ഇതാ ഈ നദിയാൽ സ്പർശിക്കപ്പെടുവാൻ പോകുന്നു. When you get into your buses tonight, ഇന്ന് രാത്രി നിങ്ങളുടെ ബസ്സുകളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ you will take the river back to your town. നിങ്ങളുടെ പട്ടണങ്ങളിലേക്ക് ഈ നദിയുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. You will take the river to your village. നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് ഈ ജീവ നദിയുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. You will take the river to your street. നിങ്ങളുടെ തെരുവുകളിലേക്ക് ഈ നദിയുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. Because God is about to issue a new move of God. The river is going to take the church to the next level. കാരണം ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവനദിയിലേക്ക് നിങ്ങളെ ഒന്ന് ഇറക്കി ഒരു പുതിയ പടിയിലേക്ക്, ആത്മീയതയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോവുകയാണ്. Tell your neighbor, I'm going to the next level. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, ഞാൻ അടുത്ത നിലവാരത്തിലേക്ക് പോകുന്നുവെന്ന്. I'm going to the next level, Pastor. ദൈവദാസനെ, ഞാൻ അടുത്ത നിലവാരത്തിലേക്ക് പോകുന്നു. We are going to the next level. നാം അടുത്ത നിലവാരത്തിലേക്ക് പോകുന്നു. You are going to the next level. നിങ്ങൾ അടുത്ത നിലവാരത്തിലേക്ക് പോകുന്നു. And if everything is going to happen when the church goes to the next level, സഭ അടുത്ത നിലവാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എല്ലാം സംഭവ്യമാകുന്നു. anything and everything will happen when the church gets ready to go from the next level. പരിശുദ്ധാത്മാവിന്റെ പുതിയ നിലവാരത്തിലേക്ക് ചുവടുവെക്കുവാൻ ദൈവസഭ ഒരുങ്ങുമ്പോൾ എന്തും ഏതും സാധ്യമായി തീരുന്നു. Oh, hallelujah. ഹല്ലേലൂയ. John's Gospel, യോഹന്നാന്റെ സുവിശേഷം chapter 7, 7-ാമത് അധ്യായം verse 37 to 39. 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, on the last day of the Feast of Tabernacles, ഒടുക്കത്തെ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, കൂടാര പെരുന്നാളിൽ, the Feast of Tabernacles is the people remembered how God brought water from the rock for the fathers in the faith in the wilderness. മരുഭൂമിയിൽ തങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം എങ്ങനെ പാറയിൽ നിന്ന് ജലം നൽകി എന്നത്രേ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ അനുസ്മരിക്കുന്നത്. And so they came into the courts of the temple and brought jars of water and poured it in the court. അവർ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് പാത്രങ്ങളിൽ ജലം കൊണ്ടുവന്ന് അവർ ആലയത്തിലേക്ക് ഒഴിക്കുക പതിവായിരുന്നു. And Jesus was looking at the festival. യേശു ആ ഉത്സവത്തെ നോക്കി കാണുകയായിരുന്നു. He was watching them pouring the water. ജലം ഇങ്ങനെ പകരുന്നത് യേശു വീക്ഷിച്ചു. He looked at them and said, യേശു അവരെ നോക്കി പറഞ്ഞു, if any man thirst, ദാഹിക്കുന്നുവെങ്കിൽ ആർക്കെങ്കിലും let him come unto me and drink. അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. He said, അവൻ പറഞ്ഞു, the water that your fathers drank in the wilderness, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കുടിച്ച ജലം, though it was water from the rock, അത് പാറയിൽ നിന്നുള്ള ജലമായിരുന്നുവെങ്കിലും but they thirsted again. അവർ വീണ്ടും ദാഹിച്ചു. But the river I will give you, എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന നദി, it will be rivers in you. അത് നിങ്ങളിൽ നിന്ന് പുറപ്പെടുവാനിടയാകും. Which means അതിന്റെ അർത്ഥം, you will not have to drink from outside, now you will drink from inside. നിങ്ങൾ ഇനി പുറത്തെ ജലം, വെളിയിൽ നിന്ന് ജലം കുടിക്കേണ്ടതായിട്ടില്ല, നിങ്ങളുടെ ഉള്ളിൽ ജലം ഉണ്ടാകുവാൻ പോകുന്നു. In that day, ആ കാലഘട്ടങ്ങളിൽ the water came from the rock, which is Christ. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ് അന്ന് ജലം കടന്നു വന്നത്. The Bible says, വേദപുസ്തകം പറയുന്നു, Moses took a rod മോശ ദണ്ഡ കയ്യിലെടുത്ത് and struck the rock, അവൻ പാറയെ അടിച്ചു, and the waters came forth. ജലം പുറത്തേക്ക് ഒഴുകി. When Jesus was struck on the cross, യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടപ്പോൾ, on the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ the river flowed out of the rock. പാറയിൽ നിന്ന് ആ നദി ഒഴുകുവാനിടയായി. That's what Jesus said. അതുകൊണ്ടാണ് യേശു പറയുന്നത്,
believe in me, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ out of your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, out of your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, out of your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, not out of the pastor, out of your belly, പാസ്റ്ററുടെ ഉള്ളിൽ നിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, out of your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, out of your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, your belly, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് rivers of living water, ജീവനദിയുടെ Rivers. ഉറവുകൾ, നദികൾ Rivers. ഒഴുകുവാനിടയാകും. not one river, ഒരൊറ്റ നദിയല്ല, rivers, ഒരുപാട് നദികൾ. it's in the plural, അത് ബഹുവചനത്തിലാണ്. which means അതിന്റെ അർത്ഥം every river in Kerala, കേരളത്തിലെ ഓരോ നദിയും, every river in India, ഭാരതത്തിലെ എല്ലാ നദികളും, every river in the world, ലോകത്തിൽ ആകമാനമുള്ള നദികളെല്ലാം may one day get dry. ഒരു ദിവസം വറ്റിപ്പോയേക്കാം. The rivers of God in you എന്നാൽ നിങ്ങളിലുള്ള ജീവജലത്തിന്റെ നദി ഒരിക്കലും വറ്റിപ്പോകില്ല, ഒരിക്കലും വറ്റിപ്പോകില്ല, get dry. ഒരിക്കലും വറ്റിപ്പോകില്ല. ഒഴുകുന്നതാണ്. The rivers of God will never get dry. ജീവജല നദി, ദൈവത്തിന്റെ നദി ഒരിക്കലും വറ്റിപ്പോകില്ല. Ah, yanda kosanama. ഹല്ലേലൂയ, Ah, hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Out of your belly shall flow rivers of living water. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയാകും. God. The source of the river is God. ഈ നദിയുടെ സ്രോതസ് ദൈവമാണ്. Number 2, രണ്ടാമതായി, very important, please listen. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, The second important factor is the course of the river. ഈ നദിയുടെ ഗതി, ഇതെവിടേക്കാണ് ഒഴുകുന്നത്? In which direction is the river going? ഏത് ദിശയിലേക്കാണ് ഈ നദി ഒഴുകുന്നത്? It's going in one direction. അത് ഒരു ദിശയിലേക്കാണ് ഒഴുകുന്നത്. Look at verse 8. ഈ 8ാമത് വാക്യം നോക്കുക. Ezekiel 47:8, please. എഹെസ്കേൽ പ്രവചനം 47-ാമത് അധ്യായം 8ാമത് വാക്യം. Hallelujah. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. The river is going in one direction, eastward. ഈ നദി ഒഴുകുന്നത് കിഴക്ക് വശത്തേക്കാണ്, കിഴക്കേ ദിശയിലെ ദിക്കിലേക്കാണ്. Very important. വളരെ പ്രധാനപ്പെട്ടത്, The river is flowing in one particular direction. ഒരു പ്രത്യേകമായിരിക്കുന്ന ദിക്കിലേക്കാണ് ഈ നദി ഒഴുകുന്നത്. It's going east. അത് കിഴക്കോട്ട് ഒഴുകുന്നു. Why only east? എന്തുകൊണ്ടാണ് ഈ നദി കിഴക്ക് ദേശത്തേക്ക് മാത്രം ഒഴുകുന്നത്? Because in the east there are two things. കാരണം കിഴക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. One is ഒന്ന്, the Judean desert, അവിടെ യഹൂദിയ മരുഭൂമിയുണ്ട്. and number 2, രണ്ടാമതായി Dead Sea. അവിടെ ചാവുകടലുണ്ട്. Both the places are dead. ഈ രണ്ട് സ്ഥലവും മൃതമാണ്. In a desert nothing can grow. ഒരു മരുഭൂമിയിൽ ഒന്നിനും വളരുവാൻ കഴിയുകയില്ല. In a desert nothing can live. ഒരു മരുഭൂമിയിൽ ഒന്നിനും ജീവിക്കുവാൻ കഴിയുകയില്ല. Nothing can produce there. ഒന്നും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. But when the river goes, എന്നാൽ ഈ നദി അവിടേക്ക് ഒഴുകുമ്പോൾ the Bible says വേദപുസ്തകം പറയുന്നു, the desert will become an oasis. ഈ മരുഭൂമി ഇതാ ജീവനുള്ള സ്ഥലമായി മാറുന്നു. That means അതിന്റെ അർത്ഥം sterility will give way to productivity. ശുഷ്കമായ അനുഭവം, ജീവനില്ലാത്ത അനുഭവം, ഊർവരതയുള്ള ഫലഭൂഷ്ടിയുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. That means അതിന്റെ അർത്ഥം barrenness will give way to fruitfulness. യാതൊരു വിധമില്ലാത്ത ഫലമില്ലാത്ത അനുഭവം ഫലഭൂഷ്ടിയുടെ അനുഭവമായി മാറും. I came to tell you tonight, ഞാൻ ഇന്ന് രാത്രി കടന്നു വന്ന് നിങ്ങളോട് ഇത് പറയുവാനാണ്. where you are living is around you, people are in a desert. ഒരു പക്ഷെ നിങ്ങൾ ജീവിക്കുന്നത് മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കാം. People around you are like a desert. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു പക്ഷേ മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കാം. Everyone who is not born again in your street is dead. ഒരു പക്ഷെ നിങ്ങളുടെ തെരുവിൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിയും മൃതമായ അനുഭവത്തിലാണ്. There is no life. അവിടെ ജീവനില്ല. There is no fruit. അവിടെ ഫലമില്ല. But when the river flows, എന്നാൽ ദൈവത്തിന്റെ നദി അവിടേക്ക് ഒഴുകുമ്പോൾ, the river flows, ദൈവത്തിന്റെ നദി ഒഴുകുമ്പോൾ the Judean desert, അവിടെ യഹൂദിയ മരുഭൂമിയിൽ there is going to be fruit everywhere. അവിടെ എല്ലാ
വരുവാൻ പോകുകയാണ്. The river will touch your prayer life. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഈ നദി സ്പർശിക്കുവാനിടയാകും. The river will touch your singing. നിങ്ങളുടെ ഗാനാലാപനത്തെ ഈ നദി സ്പർശിക്കുവാനിടയാകും. Touch your preaching. നിങ്ങളുടെ പ്രസംഗത്തെ ഈ നദി സ്പർശിക്കുവാനിടയാകും. The river will touch your churches. നിങ്ങളുടെ സഭകളെ ഈ നദി സ്പർശിക്കുവാനിടയാകും. Where there was no growth, അവിടെ ഫലങ്ങളില്ലായിരുന്നു. people will start growing. ആളുകൾ അവിടെ ഒഴുകുവാൻ തുടങ്ങി. Where there was no life, ജീവനില്ലാത്തിടത്തേക്ക് God is saying to now, ദൈവം അവരോട് പറയുകയാണ്. God is saying to you tonight, ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, when I send the river, ഞാൻ ഈ നദി അയക്കുമ്പോൾ every desert എല്ലാ മരുഭൂമിയും will become a fertile land. തീർച്ചയായും ഫലപുഷ്ടിയുള്ള നിലമായി മാറുവാൻ ഇടയാകും. Every empty life എല്ലാ അനുഭവങ്ങളും will get full. അവിടെ ഫലം കായ്ക്കുവാൻ ഇടയാകും. Every dry life എല്ലാ ഉണങ്ങിയ ജീവിതവും will get full of life. ജീവൻ പ്രാപിക്കുവാൻ ഇടയാകും. God is sending a new move. ദൈവം ഇതാ ഒരു പുതിയ മുന്നേറ്റത്തെ അയക്കുകയാണ്. Everything in your life is going to be fresh. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഒരു നവോന്മേഷം പ്രാപിക്കുവാൻ പോകുന്നു. God is sending a fresh anointing. പുതിയൊരു അഭിഷേകം ദൈവം അയക്കുകയാണ്. Everything is fresh. എല്ലാം പുതുതായി ദൈവം തീർക്കുന്നു. You don't have to live on yesterday's anointing. ഇന്നലത്തെ അഭിഷേകത്തിലല്ല ഇനി നിങ്ങൾ ജീവിക്കേണ്ടത്. Today is a new anointing. ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു അഭിഷേകം ആവശ്യമാണ്. Today is a new anointing. ഇന്ന് നിങ്ങൾക്കൊരു പുതിയ അഭിഷേകമുണ്ട്. God does not use yesterday's anointing today. ഇന്നലത്തെ അഭിഷേകത്തെ അല്ല ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ അഭിഷേകത്തെയാണ്. In Psalm 92 and verse 10, 93 സങ്കീർത്തനം 10 വാക്യത്തിൽ the Bible says, വേദപുസ്തകം പറയുന്നു, I have anointed your head with fresh oil. നിങ്ങളുടെ തലയിൽ ഞാൻ പുതിയ എണ്ണ തേപ്പിക്കുന്നു. That's Psalm 92:10. 92:10 സങ്കീർത്തനങ്ങൾ. God is saying to you today, ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുകയാണ്, sending a new way, ഞാനൊരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. sending a new anointing. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം നൽകുന്നു. Anything that's in your life like a desert, God's touching it now. നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിക്ക് തുല്യമായിരിക്കുന്ന എല്ലാറ്റിനെയും ദൈവത്തിന്റെ നദി ഇന്ന് തൊടുകയാണ്. Let the river touch the Judean ഇന്ന് desert. രാത്രി ദൈവത്തിന്റെ നദികളെ സ്പർശിക്കട്ടെ. I feel a river tonight. I feel the water. ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജീവജല നദിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്നു. The desert is coming to life. ജീവൻ പ്രാപിക്കാൻ The desert is coming to life. മരുഭൂമി ജീവനിലേക്ക് മടങ്ങി വരുന്നു. People from everywhere is going to come to the river. എല്ലാവരും എല്ലായിടത്തും നദിയിലേക്ക് കടന്നു വരികയാണ്. They're going to come from cinema theaters to the river. സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ആളുകൾ ഇതാ ജീവജല നദിയിലേക്ക് വരുന്നു. Pastors, ദൈവദാസന്മാരെ, can you handle this? നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? I'm telling you tonight, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, actors and producers and actresses are coming to your church. സിനിമാ നടന്മാരും സിനിമാ സംവിധായകരും നിർമ്മാക്കളും നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുവാൻ പോകുകയാണ്. Because where the river is, കാരണം നിങ്ങളുടെ സഭയിൽ ജീവജല നദിയുണ്ട്. the river, people will come where the river is. എവിടെ നദിയുണ്ടോ അവിടേക്ക് ജനങ്ങൾ കടന്നു വരും. Hollywood, Bollywood, Collywood, I don't care where they are, but every actor, every cinema actor, producer, music director is going to come to the church because the river is flowing. ബോളിവുഡ് ആകട്ടെ, ഹോളിവുഡ് ആകട്ടെ, കോളിവുഡ് ആകട്ടെ, എന്ത് തന്നെയായിരുന്നാലും ഏത് തന്നെയായിരുന്നാലും സിനിമ നടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, സംഗീത സംവിധായകർ ദൈവത്തിന്റെ ജീവൻ നദിയുള്ള ദൈവ സഭയിലേക്ക് കടന്നു വരുവാൻ പോകുകയാണ്. Oh, Shalom. Next time, അടുത്ത തവണ when you cross the cinema poster, നിങ്ങളൊരു സിനിമാ പോസ്റ്റർ കടന്നു you പോകുമ്പോൾ look at those actors and say, you are coming to my church in Jesus' name. ആ സിനിമ നടന്മാരെ നോക്കി വിളിച്ചു പറയണം, നിങ്ങൾ നിങ്ങളുടെ സഭയിലേക്ക് വരുവാൻ പോകുകയാണ്.
ഈ നദി മരുഭൂമിയിലേക്ക് മാത്രമല്ല പോകുന്നത്, പക്ഷേ അത് ചാവുകടലിലേക്കും കൂടെയാണ് പോകുന്നത്. Dead Sea. ചാവുകടൽ. And the Bible says, വേദപുസ്തകം പറയുന്നു, the salt waters were made sweet. The salt waters were made sweet. ഉപ്പുവെള്ളം മധുരമുള്ളതായി മാറുവാനിടയായി. Now you must understand something about the Dead Sea. ചാവുകടലിനെ കുറിച്ച് ചില നിങ്ങൾ മനസ്സിലാക്കണം. The entire world wants to capture Israel. Why? ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങളും ഇസ്രായേലിനെ പിടിച്ചടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? Superpowers want to capture Israel. ലോക ശക്തികൾ ഇസ്രായേലിനെ പിടിച്ചടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Because കാരണം the entire world, all the wealth put together, cannot be compared to the wealth of chemicals that are in the Dead Sea. ഈ ലോകത്തിലെ സകലവിധമായിരിക്കുന്ന സമ്പത്തും ഒന്ന് കൂട്ടി നോക്കിയാൽ ചാവുകടലിന്റെ ഉള്ളിലെ ലവണങ്ങളുടെ വിലയോട് അത് ഒത്തുവരുന്നില്ല. Please listen. ശ്രദ്ധിക്കുക. Very important point. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. Nothing in the whole world can compare to the wealth that's in the Dead Sea. ഈ ചാവുകടലിലെ ലവണങ്ങളുടെ സമ്പത്തിനൊപ്പം ഈ ലോകത്തിലെ സകല സമ്പത്തുകളും കണക്ക് കൂട്ടി നോക്കിയാൽ യോജിക്കുന്നില്ല. അവയേക്കാൾ ഒത്തിരി വലുതാണ് ചാവുകടലിന്റെ സമ്പത്ത്. In simple words, ചില വാക്കുകളിൽ പറഞ്ഞാൽ, the Dead Sea is the richest piece of land on this earth. ഈ ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായിരിക്കുന്ന ഭൂമിയുടെ ഭാഗമാണ് ചാവുകടൽ. But എന്നാൽ it might be the richest, but it has no life. അതൊരു പക്ഷേ ഏറ്റവും സമ്പന്നമായ ഭാഗമായിരിക്കാം, പക്ഷെ അവിടെ ജീവനില്ല. It is the wealthiest, but no life. സമ്പന്നമാണെങ്കിലും ജീവനില്ലാത്തതാണ്. Nothing can live in the Dead Sea. ചാവുകടലിൽ ഒന്നിനും ജീവിക്കുവാനോ വളരുവാനോ കഴിയുന്നില്ല. I travel often to the Middle East countries. ഞാൻ പലപ്പോഴും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. And when I see that, I immediately remember the Dead Sea. അവിടെ ഞാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ചാവുകടലിന്റെ കാര്യം ഓർക്കുന്നു. They have all the money but no life. അവർക്ക് അതിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പക്ഷേ ജീവനില്ല. They can drive in 200 Mercedes Benz, but they have no life. 200 Mercedes Benz കാറുകളിൽ അവർക്ക് ഓടിച്ചു പോകുവാൻ സാധിക്കും, പക്ഷേ ജീവനില്ല. They have all the money, they have all the oil, they have all the gas, but they have no life. അവർക്ക് എല്ലാവിധമായ പണവും സുഖ സൗകര്യങ്ങളുമുണ്ട്, അവർക്ക് എണ്ണയുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്, പക്ഷേ ജീവനില്ല. But when the river of God flows, എന്നാൽ ദൈവത്തിന്റെ നദി ഒഴുകുമ്പോൾ, the Bible says, വേദപുസ്തകം പറയുന്നു, that the waters will be made sweet. ചാവുകടലിലെ വെള്ളം പാഠ്യമായി തീരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. I'm telling you tonight, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, if you will release the rivers of God, ദൈവ നദിയെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളൊന്ന് തുറന്നു വിടുന്നുവെങ്കിൽ, I am telling you, Krobadis will come to your church. ഞാൻ പറയട്ടെ, കോടിപതികൾ നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുവാനിടയാകും. I said Krobadis will come to your church. ഞാൻ പറയട്ടെ, കോടിപതികൾ നിങ്ങളുടെ സഭകളിലേക്ക് കടന്നു വരുവാനിടയാകും. Multi-millionaires will come to your church. ബഹുസമ്പന്നരായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളുകൾ നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുവാനിടയാകും. Just men will come to your church. ഏറ്റവും സമ്പന്നരായിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരും. Because they got money but no life. കാരണം അവരുടെ പക്കൽ പണമുണ്ട്, പക്ഷെ ജീവനില്ല. They have crores and crores and crores of rupees, but they have no peace. കോടിക്കണക്കിന് പണം അവരുടെ കയ്യിലുണ്ട്, പക്ഷേ സമാധാനമില്ല. One young man came to me one night. ഒരു രാത്രി ഒരു ചെറുപ്പക്കാരന്റെ അടുക്കൽ വന്നു. He put a blank checkbook on my table. എന്റെ മുമ്പിൽ ഒപ്പിടാത്ത ഒരു ചെക്ക് ബുക്ക് അദ്ദേഹം വെച്ചു. He said, Pastor, അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവദാസനെ, you fill whatever amount you want, നിനക്ക് ഇഷ്ടമുള്ള തുക അതിൽ എഴുതിക്കൊള്ളുക, but give me one night's sleep. പക്ഷേ ഒരു രാത്രി എന്നെ ഒന്ന് ഉറങ്ങുവാൻ ഒരു അവസരം നൽകുക. Please. Please.
Give me only one night's sleep. ദയവായി ഒരു രാത്രിയുടെ ഉറക്കം എനിക്ക് തരിക. Everybody is sleeping, but I'm like a madman wandering in the streets of Vellore. എല്ലാവരും ഉറങ്ങുകയാണ്, പക്ഷേ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ വെല്ലൂരിന്റെ തെരുവുകളിലൂടെ നടക്കുന്നു. I'm not able to sleep. എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. Please help me. എന്നെ സഹായിക്കുക. He could give a blank check. അദ്ദേഹത്തിന് ഒരു ബ്ലാങ്ക് ചെക്ക് നൽകുവാൻ കഴിയും. I looked at him and I said, ഞാൻ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, young man, ചെറുപ്പക്കാരനെ, you cannot buy sleep. നിനക്കൊരിക്കലും ഉറക്കം വില കൊടുത്തു വാങ്ങുവാൻ കഴിയുകയില്ല. Take your checkbook. നിന്റെ ചെക്ക് ബുക്ക് നീ മടക്കിയെടുത്തു കൊള്ളുക. Give your life to Jesus. നിന്റെ ജീവിതം യേശുവിന് കൊടുക്കുക. The Bible says, വേദപുസ്തകം പറയുന്നു, He gives His beloved good sleep. അവൻ തന്റെ പ്രിയമുള്ളവർക്ക് നല്ല ഉറക്കം കൊടുക്കുന്നു. Today, ഇന്ന് that young brother ആ ചെറുപ്പക്കാരനായ സഹോദരൻ is ready for ministry. ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു. What happened? എന്താ സംഭവിച്ചത്? The river നദി gave him what his money could not buy. സ്വയത്തിന് വിലക്ക് വാങ്ങുവാൻ കഴിയാത്തത് എന്താണോ അതിനെ ഈ ജീവജല നദി അവന്റെ ഉള്ളിലേക്ക് പകർന്നു നൽകി. Today he is baptized in the Holy Ghost. ഇന്ന് അവൻ പരിശുദ്ധാത്മ സ്നാനം ഏറ്റവനാണ്. Loves the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. And is preparing for ministry. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. I came to tell you, ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്ന നിങ്ങളോട് പറയുവാനാണ്, people in your area, നിങ്ങളുടെ പ്രദേശത്ത് ധാരാളം ആളുകളുണ്ട്. there are a lot of money. അവരുടെ മക്കൾ ധാരാളം പണമുണ്ട്. They have fame. അവർക്ക് പ്രശസ്തിയുണ്ട്. They have a name. അവർക്കൊരു പേരുണ്ട്. They have reputation. അവർക്ക് സ്ഥാനമുണ്ട്. They have influence. അവർക്ക് സ്വാധീനമുണ്ട്. But they have no life. പക്ഷേ അവർക്ക് ജീവനില്ല. They don't have an opportunity. അവർക്കൊരു അവസരമില്ല. They don't have joy. അവർക്ക് സന്തോഷമില്ല. They don't have peace. അവർക്ക് സമാധാനമില്ല. They don't have comfort. അവർക്ക് സ്വസ്ഥതയില്ല. They are afraid. അവർ ഭയപ്പെട്ടിരിക്കുന്നു. They don't know what will happen. എന്താ സംഭവിക്കുന്നത് അവർ അറിയുന്നില്ല. They're worried. അവർ വിചാരപ്പെടുന്നു. They got ulcers. അവർക്ക് അൾസറുകളുണ്ട്. They got heart disease. അവർക്ക് ഹൃദയ രോഗങ്ങളുണ്ട്. They got skin problems. അവർക്ക് ത്വക്കിന്റെ രോഗങ്ങളുണ്ട്. But if you take the river, എന്നാൽ ഇന്ന് നിങ്ങൾ ആ നദി അവരിലേക്കൊന്ന് കൊണ്ടു ചെല്ലുന്നുവെങ്കിൽ, നിങ്ങൾ അവർക്ക് നൽകുന്നുവെങ്കിൽ, can heal them. അവരെ സൗഖ്യമാക്കുന്നുവെങ്കിൽ, Politicians, രാഷ്ട്രീയക്കാർ, they have authority. അവർക്ക് അധികാരമുണ്ട്. They have worldly power. അവർക്ക് ലൗകിക They don't have life. അവർക്ക് പക്ഷെ ജീവനില്ല. I came to tell you tonight, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, the river flows to the church. സഭയിലേക്ക് ദൈവ നദി ഒഴുകിയ You will get your chief minister sitting in your service. നിങ്ങളുടെ ശുശ്രൂഷകളിൽ മുഖ്യമന്ത്രി കടന്നു വന്ന് സംബന്ധിക്കുവാനിടയാകും. I wonder how many of you are believing this tonight. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Because we think കാരണം നാം വിശ്വസിക്കുന്നു that the people of such power and such influence and such wealth will never come to God. No, you're wrong. When you have the river, they will come. നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെയുള്ള അധികാരമുള്ളവർ, പദവിയുള്ളവർ, സമൂഹത്തിന്റെ ഉന്നത നിലയിലിരിക്കുന്നവർ ഒരിക്കലും ദൈവസഭയിലേക്ക് കടന്നു വരികയില്ല എന്ന് നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങളുടെ ഉള്ളിൽ ജീവജലത്തിന്റെ നദി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സകല ആളുകളും ദൈവത്തിലേക്ക്, നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുവാനിടയാകും. It's time for every believer to release the rivers of living water that's on the inside. എല്ലാ വിശ്വാസികളും അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികളെ പുറത്തേക്ക് ഒഴുക്കേണ്ട സമയമായിരിക്കുന്നു. We think, നാം കരുതുന്നു that only convention speakers like us have the authority and the anointing. കൺവെൻഷൻ പ്രഭാഷകരായിരിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് അല്ല. Jesus said, യേശു പറഞ്ഞു, out of your belly shall flow rivers of living water. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയാകും. We are going from one meeting
കടന്നുപോയി നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവ ജലത്തിന് നദികൾ ഒഴുകുവാനിടയാകും. Let me tell you tonight, the day you stop running to people, that day the people will start running to you. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകൾ ആ ദിവസം നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാനിടയാകും. God is waiting for you to stop depending on people and start depending on God. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് ആരംഭിക്കുന്നതിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Or not for you to stand in a prayer line to get blessed. Conventions are to teach you that you have the power. കൺവെൻഷനുകൾ പ്രാർത്ഥനാ നിരകളിൽ നിരയായി നിൽക്കുവാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് കൺവെൻഷൻ നിങ്ങളിൽ ഈ അഭിഷേകമുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും എന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. Nobody tells you that. ആരും നിങ്ങളോടത് പറയുകയില്ല. They don't tell you you don't have to come to us. ഞങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ വരണ്ട എന്ന് ആരും പറയുകയില്ല. But I always tell my church people, എന്ന് ഞാൻ എപ്പോഴും എന്റെ സഭയിലെ ജനങ്ങളോട് പറയും. I tell them, ഞാൻ അവരോട് പറയും, you don't have to come to me to get prayed over. പ്രാർത്ഥിക്കുവാനായി എപ്പോഴും നിങ്ങൾ എന്റെ അടുക്കൽ വരേണ്ടതായിട്ടില്ല. You pray, നിങ്ങൾ പ്രാർത്ഥിക്കുക, and God will answer you. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. Let me ask you a question. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. Many of you got children. നിങ്ങൾ അധികം പേർക്കും കുട്ടികളുണ്ട്. If your child നിങ്ങളുടെ കുഞ്ഞ് goes to the opposite house, തൊട്ടടുത്ത വീട്ടിലേക്ക് പോയിട്ട് and says, can you tell my mother and father to buy me my notebook for school or to pay my school fees tomorrow? നിങ്ങളുടെ തൊട്ട അയൽപക്കത്തെ വീട്ടിലേക്ക് നിങ്ങളുടെ മകൻ ചെന്നിട്ട് അവിടുത്തെ ആളുകളോട് പറയുകയാണ്, ദയവായി എന്റെ പപ്പായോടും മമ്മിയോടും ഒന്ന് പറയാമോ, നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകുവാൻ നോട്ട് ബുക്ക് വാങ്ങിച്ചു തരണം, നാളെ സ്കൂളിലെ ഫീസ് അടയ്ക്കണമെന്ന് എന്റെ പപ്പായോടും മമ്മിയോടും ഒന്ന് പറയാമോ എന്ന് പറയുന്നു എന്ന് ചിന്തിക്കുക. What will you think of your child? നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നും? You will take him to a psychiatrist. നിങ്ങൾ തീർച്ചയായും ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ കൊണ്ടുപോകും. Why? എന്തുകൊണ്ട്? Something is wrong. ആ കുഞ്ഞിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. You will look at your child നിങ്ങൾ കുഞ്ഞിനെ നോക്കി and say, why can't you ask me? ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ട് മോനെ നിനക്ക് എന്നോട് ചോദിച്ചുകൂടാ? I am your father. ഞാൻ നിന്റെ പിതാവാണ്. I am your mother. ഞാൻ നിന്റെ മാതാവാണ്. Why did you go to the opposite house? എന്തുകൊണ്ടാണ് നീ അയൽപക്കത്തെ ഭവനത്തിലേക്ക് പോയത്? Why are you insulting us? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ വേദനിപ്പിച്ചത്? Don't you think I will give you? നീ ചിന്തിക്കുന്നില്ല ഞാൻ നിനക്ക് നിന്റെ ആവശ്യം നൽകി തരുമോ? Why do you ask them to come and ask me? You ask me. എന്തുകൊണ്ടാണ് അവർ വന്ന് ഞങ്ങളോട് ചോദിക്കുവാൻ നീ ആവശ്യപ്പെടുന്നത്? നിനക്ക് എന്നോട് ചോദിച്ചുകൂടെ? Exactly. That's what the church is doing. Instead of going to the father and asking him, they're going to the neighbor, they're going to the prophet, they're going to the pastor, they're going to the evangelist and saying, ask God to heal me. God is saying, why ask him? You ask me. അതുതന്നെയാണ് സഭ ചെയ്യുന്നത്. പിതാവായ ദൈവത്തിന്റെ അരികിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുന്നതിന് പകരമായി അവർ പാസ്റ്ററിന്റെ, പ്രവാചകന്റെ, സുവിശേഷകന്റെ, മനുഷ്യരുടെ അടുക്കലേക്ക് കടന്നു എന്ന് അവരോട് പറയുന്നു. നമ്മുടെ ആവശ്യം ദൈവത്തോട് പറയുവാൻ ദൈവം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് എന്നോട് ചോദിച്ചുകൂടാ? Please, Kerala, wake up. You don't have to live on preachers. Live on God and His Word. കേരളമേ ഉണർന്നെഴുന്നേൽക്കുക. നിങ്ങൾ മറ്റ് ദൈവദാസന്മാരെ, പ്രസംഗകരെ ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ ജീവിക്കുക. Jehovah is your father. യഹോവ നിങ്ങളുടെ പിതാവാണ്. Yes or no? Yes or no? ശരിയോ തെറ്റോ? Then why do we keep going from one man to another man? Stop it. You go to your daddy and say, Daddy, this is what the doctor said. If I'm sick, heal me. And daddy will
മറ്റൊരു മനുഷ്യന്റെ അരികിലേക്ക് പോകുന്നു. നിങ്ങൾ യഹോവയുടെ അരികിലേക്ക് ചെന്നിട്ട് പിതാവേ, ഡോക്ടർമാർ പറയുന്നു എനിക്ക് ഈ രോഗമുണ്ട് എന്ന്. എന്നാൽ പിതാവേ, നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് പറയുക. അവൻ നിങ്ങളെ സൗഖ്യമാക്കും. Because your Father loves you. കാരണം നിങ്ങളുടെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. Tell your neighbor, your Father loves you. അടുത്തിരിക്കുന്ന ആളോട് പറയുക, പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. Oh my God. Am I speaking to you tonight? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. Are you able to understand what I'm saying? ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. The river is in you. ഈ നദി നിങ്ങളുടെ ഉള്ളിലുണ്ട്. God is getting ready to bring people from the world to you. ലോകത്തിൽ നിന്ന് ആളുകളെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുവാൻ ദൈവം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. Number one, the source. Number two, the coast. Number three, the force of the river. ഒന്നാമതായി ഈ നദിയുടെ സ്രോതസ്, രണ്ടാമതായി ഈ നദി ഒഴുകുന്ന ഗതി, മൂന്നാമതായി ഈ നദിയുടെ ശക്തി. The source, the coast, finally the force. സ്രോതസ്, ദിശ, അവസാനമായി ശക്തി. Let's read from verses 3 to 5. Ezekiel 47, 3 to 5, quickly. എഹെസ്കേൽ പ്രവചനം 47 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം മൂട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. Tell your neighbor, it's time to go deeper into the river. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, നദിയിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാനുള്ള സമയമായി. Come on, please. വരിക, പറയുക. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, നദിയിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാൻ സമയമായി. Into the river. നദിയിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാനുള്ള സമയമായി. I'm over your pastor. The Bible says, വേദപുസ്തകം പറയുന്നു, Ezekiel, എഹെസ്കേൽ, go deeper. ആഴത്തിലേക്ക് ഇറങ്ങുക. And so Ezekiel came down, എഹെസ്കേൽ താഴേക്ക് ഇറങ്ങി. and the water was till the ankles. വെള്ളം നരിയാണിയോളമായി. And God said, ദൈവം പറഞ്ഞു, go on further, എഹെസ്കേലേ, അല്പം കൂടെ താഴേക്ക് ഇറങ്ങുക, go deeper. അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുക. And the Bible, വേദപുസ്തകം പറയുന്നു, that the water was known to the knees. വെള്ളം മുട്ടോളമായി. And God said, go deeper. ദൈവം പറഞ്ഞു, എഹെസ്കേലേ, അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുക. And he said, അവൻ പറഞ്ഞു, how far are you now? ഇപ്പോൾ നീ എത്രമാത്രം ദൂരെയായിരിക്കുന്നു? He said, it's to my waist. അത് ഇപ്പോൾ വെള്ളം എന്റെ അരയോളമായിരിക്കുന്നു. He said, not enough, go deeper. അവൻ പറഞ്ഞു, പോരാ പോരാ, നീ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുക. And now he was up to the neck. ഇപ്പോഴിതാ ജലം അവന്റെ കഴുത്തോളമായി. And God said, ദൈവം പറഞ്ഞു, not enough, പോരാ, മതിയായില്ല, go deeper. നീ ആഴത്തിലേക്ക് ഇറങ്ങുക, Go deeper. ആഴത്തിലേക്ക് ഇറങ്ങുക, Go deeper. ആഴത്തിലേക്ക് ഇറങ്ങുക. And so he went deeper. അവൻ വീണ്ടും ആഴത്തിലേക്ക് പോയി. And now ഇപ്പോൾ was a river, ആ നദി was too high. വളരെ മുകളിൽ കൂടെ ഒഴുകുന്നു. He could not keep his feet on. അവൻ അവന്റെ കാലുകളെ നിലത്ത് നിർത്തുവാൻ കഴിയുന്നില്ല. I say to you tonight, ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുകയാണ്, you got to come deeper. നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിൽ, Because as long as you are ankle deep, your ground is under, your feet is on the ground. നിങ്ങളുടെ ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാത്തിടത്തോളം നിങ്ങളുടെ പാദം നിലത്ത് നിൽക്കുകയാണ്. You are still controlling the river. ഇപ്പോൾ നിങ്ങളാണ് നദിയെ നിയന്ത്രിക്കുന്നത്. Go deeper. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങുക.
നദിയിലേക്ക് ഇറങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, you pray in Mavelikara, മാവേലിക്കരയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, America will get saved. അമേരിക്ക രക്ഷിക്കപ്പെടുവാനിടയാകും. You get into the river, ഈ നദിയിലേക്ക് നിങ്ങൾ ചുവടുവെച്ച് Kashmir will get saved. പ്രാർത്ഥിക്കുമ്പോൾ കാശ്മീർ രക്ഷിക്കപ്പെടും. You pray in the river, നിങ്ങൾ ഈ നദിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ Rajasthan will get saved. രാജസ്ഥാൻ രക്ഷിക്കപ്പെടും. When you pray in the river, ഈ നദിയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ Orissa will get saved. ഒറീസ രക്ഷിക്കപ്പെടും. Orissa will get saved. ബീഹാർ രക്ഷിക്കപ്പെടും. Because there's power in the river when you pray. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നദിക്ക് ശക്തിയുണ്ട്. My God, who am I preaching to tonight? Step into the river, church. Don't waste your time. It's time for the church to get into the river. നിങ്ങളുടെ സമയം നഷ്ടമാക്കി കളയരുത്. ഇത് വെറുതെ കളയുവാനുള്ള സമയമല്ല. സഭയെ ദൈവ നദിയിലേക്ക് ഒന്ന് ഇറങ്ങി വരിക. Pastors, I beg you tonight, go deeper into the river. ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ഈ നദിയിലേക്ക് ഒന്ന് ചുവടുവയ്ക്കുക. What we need is not more rules. We need more power. നമുക്ക് ആവശ്യം അധികം നിയമങ്ങളല്ല, നമുക്ക് ആവശ്യം ശക്തിയാണ്. What we need is not more tradition. We need more power. നമുക്ക് ആവശ്യം അധികം പാരമ്പര്യമല്ല, നമുക്ക് ആവശ്യം ദൈവത്തിന്റെ ശക്തിയാണ്. What we need is not more religion. We need more power. നമുക്ക് ആധുനികതയാണ് ആവശ്യം, നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ് ആവശ്യം. Hallelujah. I feel Holy Ghost. The Holy Ghost is here tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ It's time സമയമായിരിക്കുന്നു for you to know നിങ്ങൾ വളരെ പോകുമ്പോൾ that this is not an ordinary convention. ഇത് ഒരു സാധാരണ യോഗമല്ല, This is not an annual convention. ഇത് ഒരു സാധാരണ വാർഷിക യോഗമല്ല. No. അല്ല, അല്ലേ അല്ല. This is a historical convention. ഇത് ഒരു ചരിത്ര കൺവെൻഷനാണ്. I'm telling you tonight, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, the people may not remember Corinth, but they'll remember the river. ആളുകൾ ഒരുപക്ഷെ കോളിന്റെ ക്രൂസിനെ എന്നും ഓർത്തൊന്നും വരികയില്ല, എന്നാൽ അവർ എന്നും ദൈവത്തിന്റെ നദിയെ ഓർക്കുവാനിടയാകും. What they need is not another man. They need the river. അവർക്കിനി ആവശ്യമുള്ളത് മറ്റൊരു മനുഷ്യനെ അല്ല, മറിച്ച് ദൈവത്തിന്റെ നദിയാണ്. What we need is not another preacher. We need the river. മറ്റൊരു പ്രഭാഷകനെയല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിന്റെ നദിയത്രേ. The river of God is greater than the apostle. The river of God is greater than the prophet. The river of God is greater than the pastor. It's greater than the evangelist. The river of God is greater than the teacher. The river of God is greater than conventions. The river of God is greater than gospel meetings. The river of God is greater than divine festival. What we need tonight is the അപ്പോസ്തലന്മാരെക്കാൾ, പ്രവാചകന്മാരെക്കാൾ, ഇടയന്മാരെക്കാൾ, സുവിശേഷകന്മാരെക്കാൾ, ഉപദേഷ്ടാക്കന്മാരെക്കാൾ, ഈ കൺവെൻഷനുകളെക്കാൾ, സുവിശേഷ യോഗങ്ങളെക്കാൾ, ഡിവൈൻ ഫസ്റ്റിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ദൈവത്തിന്റെ നദിയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ നദിയത്രേ. ദയവായിരിക്കുക. God's moving. Sit down. I know. ദൈവം പ്രവർത്തിക്കുന്നു. I know you can't sit under this anointing, but just say something. നിങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല എന്ന്. Oh God. Quickly, വളരെ വേഗത്തിൽ give him his Bible. Quickly, let me tell you 4 things about the force of this river and the results. ഈ നദിയുടെ ശക്തിയെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചും വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ.
All right. Can I take another 5 minutes? 5 minutes. Okay. Okay. 4 things നാല് കാര്യങ്ങൾ about what happens when the river comes. ഈ നദി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Read verse 9, Pastor, quickly. Verse 9. Hallelujah. I feel എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നതൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. All right. Verse 9. All right. Quickly, in this verse, ഈ വാക്യത്തിൽ we see 2 things. രണ്ട് കാര്യങ്ങൾ കാണുവാൻ കഴിയും. Number 1, ഒന്നാമതായി wherever this river goes, എവിടൊക്കെ ഈ നദി കടന്നു ചെല്ലുന്നുവോ everything that was dead comes to life. മൃതമായിരുന്നതെല്ലാം ജീവനിലേക്ക് മടങ്ങി വരും. When you walk past people, നിങ്ങൾ ആളുകളെ കടന്ന് നടന്നു പോകുമ്പോൾ you don't have to touch them. നിങ്ങൾ അവരെ സ്പർശിക്കേണ്ടതായിട്ടില്ല. You don't have to speak to them. അവരോട് സംസാരിക്കുകവേണ്ട. But if the river crosses them, ഈ നദി അവരെ മുറിച്ചു കടക്കുമ്പോൾ they will fall under the power. അവർ നിങ്ങളിലെ നദിയുടെ ശക്തിയാൽ വീഴുവാനിടയാകും. Fall down. അവർ അവിടെ വീണുപോകും. Because the power of the river is so great. Everything that's dead will come back to life because of the river. കാരണം ഈ നദിയുടെ ശക്തി അത്ര ബൃഹത്താണ്. ജീവനില്ലാത്ത ഏതും ഈ നദിയുടെ സ്പർശനത്താൽ ജീവനിലേക്ക് മടങ്ങി വരും. Tell your neighbor, I am a life giver. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, ഞാൻ ജീവൻ പകർന്നു നൽകുന്നവനാണ്. Come on. Tell 3 people, I am a life giver. അടുത്തിരിക്കുന്ന 3 പേരോട് പറയുക, ഞാൻ ജീവൻ നൽകുന്നവനാണ്, ജീവൻ പകർന്നു കൊടുക്കുന്നവനാണ്. Tell 3 people. 3 പേരോട് പറയുക, Tell 3 people, 3 പേരോട് പറയുക, you're a life giver. നിങ്ങൾ ഒരു ജീവൻ നൽകുന്നവരാണ്. You're a life giver. നിങ്ങൾ ജീവൻ നൽകുന്നവരാണ്. You're a life giver. നിങ്ങൾ ജീവൻ നൽകുന്നവരാണ്. You're a life giver. നിങ്ങൾ ജീവൻ You're a life giver. നിങ്ങൾ ജീവൻ I നൽകുന്നവരാണ്. don't care who you are. നിങ്ങൾ ആരാണ് എന്നുള്ളത് വിഷയമല്ല. I don't care what degrees you have. നിങ്ങൾക്ക് എത്ര ബിരുദങ്ങളുണ്ട് എന്നുള്ളത് വിഷയമല്ല. I don't care how much you study. എത്രമാത്രം നിങ്ങൾ പഠിച്ചു എന്നത് ഞാൻ കണ്ടു. Whenever the river goes, എവിടൊക്കെ ഈ നദി കടന്നു പോകുന്നുവോ everything begins to live. എല്ലാം ജീവിക്കുവാൻ തുടങ്ങുന്നു. I came to tell you tonight, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ വന്നു. your businesses will live because of the river. ഈ നദി കാരണം നിങ്ങളുടെ വ്യവസായങ്ങൾ ജീവിക്കും. Your children will live because of the river. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ നദി മൂലം ജീവിക്കും. Your husband will live because of the river. നിങ്ങളുടെ ഭർത്താക്കന്മാർ ഈ നദി മൂലം ജീവിക്കും. Hey! ഹല്ലേലൂയ. Your wife will live because of the river. ഭാര്യമാർ ഈ നദി മൂലം ജീവിക്കുവാനിടയാകും. Tonight, ഇന്ന് രാത്രി dead uteruses will give birth to babies. മൃതമായിരിക്കുന്ന ഗർഭാശയങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. For the river. കാരണം ഈ നദി The river is flowing into your womb right now. നിങ്ങളുടെ ഉദരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Your river ഈ നദി is touching your womb right now. നിങ്ങളുടെ ഉദരങ്ങളെ ഇപ്പോൾ സ്പർശിക്കുകയാണ്. Your organs that are dead will be healed tonight. നിങ്ങളുടെ മൃതമായിരിക്കുന്ന ശരീര അവയവങ്ങൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. I came to challenge you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കട്ടെ. Don't give up. The river is here. ഈ നദിയെ ഉപേക്ഷിക്കരുത്. അത് നിങ്ങളുടേതാണ്. Your dead organs will come to life. നിങ്ങളുടെ മൃതമായിരിക്കുന്ന അവയവങ്ങൾ ജീവൻ പ്രാപിക്കുവാനിടയാണ്. Hallelujah. ഹല്ലേലൂയ. Dead hearts are coming to life. മൃതമായിരിക്കുന്ന അനുഭവങ്ങൾ ജീവനിലേക്ക് വരും. Hallelujah. ഹല്ലേലൂയ. That's my Bible. Dead wombs are coming to life. മൃതമായിരിക്കുന്ന ജീവനിലേക്ക് വരും. Everything that's dead, eyes that are dead, ears that are dead, brain that is dead, kidneys that are dead, livers that are dead, everything that's dead, God is saying, when the river touches it, it will live. മൃതമായിരിക്കുന്ന കണ്ണുകൾ, മൃതമായിരിക്കുന്ന കാതുകൾ, മൃതമായിരിക്കുന്ന കിഡ്നികൾ, നശിച്ചു പോയിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നു. ജീവജല നദി ഒഴുകുമ്പോൾ അവർ ജീവൻ പ്രാപിക്കുവാനിടയാകും.
വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതികളുമായി അസംഖ്യമായിരിക്കും. Listen, ശ്രദ്ധിക്കുക. in verse 9 and 10, 9-10 വാക്യങ്ങളിൽ God is saying, ദൈവം പറയുന്നു, when the river flows, ഈ നദി ഒഴുകുമ്പോൾ fishes will come in large numbers. മത്സ്യങ്ങൾ അസംഖ്യമായി കടന്നു വരും. Today, ഇന്ന് the church is like a fish tank. സഭകൾ ഒരു ചെറിയ മീൻകുളമായി മാറിയിരിക്കുന്നു. The same old fish running this side and then running this side. ഒരേ മീനുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നു. The hotel where I live in, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ it's got a fish tank. അവിടെ ഒരു നല്ല മീനെ വളർത്തുന്ന ടാങ്കുണ്ട്. About 15 to 20 fishes inside. ഏകദേശം 15-20 മീനുകൾ അവിടെ ഉണ്ട്. And I was standing and looking at the fish. ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ Same old fish from this side, clapping hands, hallelujah, praise the Lord. Then coming back this side for another convention to this end of the tank. From one end to the same end, same old people. ഒരേ കൂട്ടം ആളുകൾ ആ ടാങ്കിന്റെ ഒരു ഭാഗത്ത് നിന്ന് കൈയടിയും സ്തോത്രവും പാട്ടുമായി മറ്റേ അറ്റത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് അതേ മത്സ്യങ്ങൾ അതേ നിലയിൽ തന്നെ പാട്ടും പ്രാർത്ഥനയുമായി അടുത്ത യോഗത്തിലേക്ക് പോകുന്നു. ഒരേ തരത്തിലുള്ള മത്സ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മറ്റെങ്ങും പോകാതെ ഉള്ളിൽ തന്നെ നീന്തി പോകുന്നു. But എന്നാൽ tonight, ഇന്ന് രാത്രി I want to speak to every church pastor here tonight. ഇവിടെ ആയിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരോട് ഞാൻ സംസാരിക്കട്ടെ. The church will not be a fish tank from tonight. ഇന്ന് രാത്രി മുതൽ ദൈവസഭ മീനെ വളർത്തുന്ന ഒരു ചെറിയ ടാങ്ക് ആയിരിക്കുകയില്ല. The church will become a sea. ദൈവസഭ ഒരു മഹാസമുദ്രമായി മാറും. Tell your neighbor, I am a sea. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, ഞാനൊരു സമുദ്രമാണ്. Touch 7 people and tell them I am a sea. 7 പേരെ തൊട്ട് വിളിച്ചു പറയുക, ഞാനൊരു സമുദ്രമാണ്. 7 people, touch 7 people. അടുത്തിരിക്കുന്ന 7 പേരെ വിളിച്ചു പറയുക, ഞാനൊരു സമുദ്രമാണ്. Touch 7 people, count. എണ്ണി പറയുക, ഞാനൊരു സമുദ്രമാണ്. Get up from your chair and touch 7 people. കസാരകൾ എഴുന്നേറ്റ് അടുത്തിരിക്കുന്ന 7 പേരോട് ധൈര്യത്തോടെ പറയുക, ഞാനൊരു സമുദ്രമാണ്. Tell 7 people I am a sea. 7 പേരോട് പറയുക, ഞാനൊരു കടലാണ്. I am a sea. ഞാനൊരു സമുദ്രമാണ്. I am a sea. ഞാനൊരു സമുദ്രമാണ്. Not the fish tank. ഞാനൊരു മീൻ ടാങ്ക് അല്ല. Church, സഭയെ, believers, വിശ്വാസികളെ, your church is a sea tonight. ഇന്ന് രാത്രി നിങ്ങളുടെ സഭ ഒരു സമുദ്രമായിരിക്കുന്നു. Because the river is coming to your church. കാരണം ഈ നദി നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരികയാണ്. Hallelujah. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. The church is a sea. സഭ ഒരു സമുദ്രമാണ്. The Bible says വേദപുസ്തകം പറയുന്നു, that there was a very large number of fish because of the river. ഈ നദി അവിടെ കടന്നു ചെല്ലുന്നത് കൊണ്ട് അവിടെ അസംഖ്യമായ മത്സ്യങ്ങൾ ഉണ്ടാകും. Tonight, ഇന്ന് രാത്രി the church in Kerala കേരളത്തിലെ സഭ is becoming a sea for fishes to come from every place to the river. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ കടന്നു വരത്തക്ക നിലയിൽ കേരളത്തിലെ സഭ ഇന്ന് രാത്രി ഒരു സമുദ്രമായി മാറുവാൻ പോകുകയാണ്. Tell your neighbor, I am a soul winner. അയൽക്കാരനോട് പറയുക, ഞാൻ ആത്മാവിനെ നേടുന്നവനാണ്. Say, I'm a soul winner. പറയുക, ഞാൻ ആത്മാവിനെ നേടുന്നവനാണ്. I'm a soul winner. ഞാൻ ആത്മാവിനെ നേടുന്നവനാണ്. Quickly, let's close. Verse 12. 12ാമത് വാക്യം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് ഉതകും.
are mentioned here. 4 കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Number 1, ഒന്ന്, new food. പുതിയ ആഹാരം. Number 2, രണ്ടാമതായി new beauty. പുതിയ സൗന്ദര്യം. Number 3, മൂന്നാമതായി new healing. പുതിയ സൗഖ്യം. Number 4, നാലാമതായി no destroying or over ripening of the fruit 24 hours a day, 365 days in a year. Every month God's fruit will keep coming on your tree. That means you will never run out of fruit. നിങ്ങൾ എന്നും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ആഴ്ചയിലെ 7 ദിവസവും, മാസത്തിലെ 30 ദിവസവും, ഒരു വർഷത്തിലെ 12 മാസവും, 365 ദിവസം ഒരിക്കൽ പോലും കുറവില്ലാതെ നിങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും. Church, because of the river inside of you, സഭയെ, നിങ്ങളിൽ ഉള്ള ദൈവത്തിന്റെ നദിയുടെ കാരണത്താൽ you will give new food to the world. ലോകത്തിന് നിങ്ങൾ പുതിയ ആഹാരം നൽകും. You will give new beauty to the world. ഈ ലോകത്തിന് നിങ്ങൾ പുതിയ ഒരു സൗന്ദര്യം നൽകും. Everything that was dead in you is going to become beautiful. നിങ്ങളിൽ മൃതമായിരുന്ന എല്ലാം മനോഹരമായി ജീവൻ പ്രാപിക്കുവാൻ പോകുകയാണ്. New beauty on your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സൗന്ദര്യം. Number 3, മൂന്നാമതായി new healing. പുതിയ സൗഖ്യം. The Bible says വേദപുസ്തകം പറയുന്നു, the leaves are for the healing of the nations. ജാതികളുടെ രോഗശമനത്തിന് ഉതകുന്നതാണ് ഈ വൃക്ഷത്തിന്റെ ഇലകൾ. You are God's leaves. നിങ്ങൾ ദൈവത്തിന്റെ ഇലകളാണ്. I said you are God's leaves. ഞാൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന്റെ ഇലകളാണ്. And the Bible says വേദപുസ്തകം പറയുന്നു, that the leaves of this tree is for the healing of the nations. വേദപുസ്തകം പറയുന്നു, ഈ മരത്തിന്റെ ഇലകൾ ജാതികളുടെ രോഗശമനത്തിനു വേണ്ടിയാണ്. That means അതിന്റെ അർത്ഥം, the healing of the nations is connected to the river inside of you. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ജീവജല നദിയോട് ലോകരുടെ രോഗസൗഖ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. That means അതിന്റെ അർത്ഥം, constantly you should be healing people around you. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിരന്തരമായി സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കും. You got to go to hospitals. നിങ്ങൾ ആശുപത്രികളിലേക്ക് പോകേണ്ട കാര്യമില്ല. Led by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ You must look at hospital beds. ആശുപത്രി കിടക്കകളിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് You got to touch those patients രോഗികളെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ, and say in the name of Jesus, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയുമ്പോൾ, get up from the sick bed എഴുന്നേൽക്കുക നിന്റെ കിടക്കയിൽ നിന്ന്, and they will be healed. അവർ തീർച്ചയായും സൗഖ്യം പ്രാപിക്കുവാൻ ഇടയാകും. Hallelujah. ഹല്ലേലൂയ. Your miracles are connected to the river inside of you. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നദിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുവാൻ പോകുന്ന അത്ഭുതങ്ങൾ. Church, സഭയെ, you are the healing for the nations. രാഷ്ട്രങ്ങളുടെ സൗഖ്യ വരുത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ. Your pastor നിങ്ങളുടെ ദൈവദാസൻ cannot be everywhere at the same time. എല്ലായിടത്തും ഒരുപോലെ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. But എന്നാൽ നിങ്ങൾക്ക്, you in your home, നിങ്ങൾക്ക്, you in your home, നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും, each person in your house, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും, each one in your street, നിങ്ങളുടെ തെരുവിലെ ഓരോ വ്യക്തിക്കും, one in your village, നിങ്ങളുടെ ഓരോ വ്യക്തിക്കും can heal people where they are. ആളുകളായിരിക്കുന്ന സ്ഥലത്ത് എന്ന് അവരെ സൗഖ്യമാക്കുവാൻ. Amen. ആമേൻ. God's anointing you tonight for healing. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം സൗഖ്യമാക്കുവാൻ വേണ്ടിയുള്ളതാണ്. Glory to God. Glory to God. Don't give up tonight. ഇന്ന് രാത്രി ആരും ഇത് ഉപേക്ഷിക്കരുത്. New food, new beauty, new healing. Fourthly, your fruit will never be consumed. പുതിയ ആഹാരം, പുതിയ ഫലം, പുതിയ സൗഖ്യം. നാലാമതായി, നിങ്ങളുടെ ഫലം ഒരു നാളും വാടിപ്പോവുകയില്ല, ഇല്ലാതെ ഇരിക്കുകയില്ല. Hallelujah. The river will produce fruit continuously. ഈ നദി തുടർച്ചയായി ഫലം പുറപ്പെടുവിക്കുവാനിടയാകും. Hallelujah. ഹല്ലേലൂയ.
Let's all rise to our feet tonight. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. How many of you feel the river here tonight? ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന്റെ നദി നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് അനുഭവിച്ചറിയുന്നു? കരമേറ്റ് ദൈവത്തെ സ്തുതിച്ചാണ്. I'm asking you a genuine question tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വളരെ സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. Wherever you are, did the river touch you tonight? ഇന്ന് രാത്രി എപ്പോഴൊക്കെ നിങ്ങൾ ഈ നദിയെ സ്പർശിക്കുന്നുവോ? Did you feel the river tonight? ഇന്ന് രാത്രി നിങ്ങൾ ഈ നദിയുടെ പ്രവാഹത്തെ അനുഭവിച്ചറിയുന്നുവോ? I challenge you. ഞാൻ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നൽകുന്നു. I don't even have to pray for your healing tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയല്ല. Because the moment the river touched you, കാരണം നിങ്ങൾ ഈ നദിയെ സ്പർശിച്ച നിമിഷം തന്നെ, when you got into the river, ഈ നദിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയ സമയം തന്നെ every disease, എല്ലാ രോഗവും has dried up. മാറിയിരിക്കുന്നു. I tell you with faith, it's dried up. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ആ രോഗങ്ങൾ മാറിയിരിക്കുന്നു. There is no diabetes. Check it out. നോക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പ്രമേഹമില്ല. No diabetes. ഇപ്പോഴത് ഇല്ല. നോക്കുക, Go check. പോയി പരിശോധിക്കുക. പോയി പരിശോധിക്കുക. Hypertension. രക്തസമ്മർദ്ദം No. ഇല്ല. ആ No blood രോഗം pressure tonight. ദൈവം ഇന്ന് രാത്രി അധിക സമ്മർദ്ദത്തെ മാറ്റിയിരിക്കുന്നു. Kidneys that were damaged are healed. കിഡ്നി രോഗികൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Father, in the name of Jesus, പിതാവേ, യേശുവിൻ നാമത്തിൽ I pray over this building tonight. ഇന്ന് രാത്രി ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I call upon the river of God ദൈവ നദിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. to touch every single person. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെ സ്പർശിക്കേണ്ടതിനാണ്. Father, in the name of Jesus, പിതാവേ, യേശുവിൻ നാമത്തിൽ let the river do its miracles now. ഇന്ന് രാത്രി ദൈവത്തിന്റെ നദി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. Families be healed. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Families be healed. കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ It's happening right now. Tomorrow miracles will happen. നാളെ അത്ഭുതങ്ങൾ സംഭവിക്കും. The river of God is here tonight. ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിന്റെ നദിയുണ്ട്. It will be all through this convention. കൺവെൻഷനാകമാനം ദൈവത്തിന്റെ നദി ഒഴുകുവാനിടയാകും. Will bless you. അത് നിങ്ങളെ അനുഗ്രഹിക്കും. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Amen. If you've been healed by a miracle, come over to our light and tell the volunteers that you've been healed by a miracle. നിങ്ങൾ സൗഖ്യമായിരിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ ഉള്ള വോളണ്ടിയേഴ്സിന്റെ അടുക്കൽ കടന്നു ചെന്ന് നിങ്ങളെ യേശു സൗഖ്യമാക്കിയെന്ന വിഷയം അറിയിക്കുക.